മോഹൻലാലിന്റെ ഈ അടുത്തിടെ ഇറങ്ങിയ ഋഷഭ എന്ന സിനിമ അനൗൺസ് ചെയ്തത് മുതൽ, അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് മുതൽ, അല്ലെങ്കിൽ അതിന്റെ പിന്നണിയിൽ ഒരു മറുനാടൻ സംവിധായകനാണെന്ന് അറിഞ്ഞത് മുതൽ നിങ്ങളുടെ ഉള്ളിൽ ആ സിനിമയെ പറ്റിയുള്ള പ്രതീക്ഷ എന്തായിരുന്നു? ഉത്തരം എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. വല്ല ബഡ്ജറ്റ് ഇഷ്യൂവും കാരണം ഈ സിനിമ മുടങ്ങിപ്പോയിരുന്നെങ്കിലും ആഗ്രഹിച്ചവരായിരിക്കും നമ്മളിൽ പലരും. അപ്പോൾ ഇതേപോലെ വർഷങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. 2012 കന്നഡ ഡയറക്ടർ അഭയ സിംഹ സംവിധാനം ചെയ്ത ശിക്കാരി. ആ സിനിമയുടെ അനൗൺസ്മെന്റ് കേട്ടത് മുതൽ എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ആ സിനിമ ഞാൻ കണ്ടിട്ടുമില്ല. കേരള ബോക്സ് ഓഫീസിൽ അങ്ങനെ ഒരു പടം വന്നു പോയതും ആരും അറിഞ്ഞില്ല. ഇനി അടുത്തത് 2023 തെലുഗു ഡയറക്ടർ സുരേന്ദർ റെഡ്ഡി സംവിധാനം ചെയ്ത ഏജന്റ്, മമ്മൂട്ടിയുടെ മറ്റൊരു അന്യഭാഷാ ചിത്രം. ഇനി ഈ വർഷം പുറത്തിറങ്ങിയ മറ്റൊരു തെലുഗു ചിത്രം കണ്ണപ്പ. മോഹൻലാലിനെ ഏത് ഗെറ്റപ്പിലാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അപ്പൊ ബേസിക്കലി പറഞ്ഞു വരുന്നത്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെ ഒരു അന്യഭാഷാ ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയാൽ കഥ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് 2010 ശേഷമുള്ള കഥയാണ്. തീർച്ചയായും അതിനു മുൻപ് ഇവർക്ക് മറ്റു ലാംഗ്വേജുകളിൽ മികച്ച കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇവർ ഒരു അന്യഭാഷാ സിനിമയിൽ അല്ലെങ്കിൽ ഒരു അന്യഭാഷാ ഡയറക്ടറുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് കേട്ടാൽ അത് ഡയറക്റ്റ് സീറോ എക്സ്പെക്ടേഷൻസിലേക്ക് നീങ്ങും. ഇതിൽ നിന്ന് ആകെ ഒരു മാറ്റം ഉണ്ടായിരുന്നത് ജയിലറിലെ മോഹൻലാലിന്റെ ആ ഒരു വേഷമായിരുന്നു. അത് വളരെ ചെറിയൊരു വേഷമായിരുന്നെങ്കിലും പക്ഷെ അത് കാണുന്ന നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ ഒരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി അടുത്തതായി മോഹൻലാൽ ഒരു ചിരഞ്ജീവി പടത്തിൽ വരാൻ പോകുന്നുവെന്നും മമ്മൂട്ടി ഒരു ധനുഷ് സിനിമയിൽ വരാൻ പോകുന്നുവെന്നും കേൾക്കുന്നു. നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ട്രോൾ മെറ്റീരിയലായി തിരിച്ചു വരാതിരുന്നാൽ മതി.